ഹലോ, ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അതായത് നമ്മൾ എൻജോയ് ചെയ്ത ഒരു അടിപൊളി എക്സ്പീരിയൻസ് നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ വേൾഡിൽ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബിൽഡിങ്, ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ബിൽഡിംഗ് എന്ന് വിശേഷിപ്പിക്കുന്ന മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിലാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ആണ് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ വന്നപ്പോഴത്തേനും നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി. ഒരു റോബോട്ടും അതുപോലെ തന്നെ ഇത് കണ്ടോ, ഈ ഒരു അതിൻ്റെ ആ ഒരു ബേർഡ് ലൈക്ക് സ്ട്രക്ചറും ഒക്കെ, പിന്നെ അങ്ങനെ ഇത് കണ്ടോ ലിഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പുറമേ കാണുമ്പോഴത്തേനും ഈ ബിൽഡിങ് ഇത്രയും വലുതാണ്. നമുക്ക് ഒരു ചെറിയ ഒരു ബിൽഡിംഗ് ആയിട്ടാണ് നമുക്ക് പുറമേ കാണുമ്പോഴത്തേനും തോന്നുന്നത്, പക്ഷേ ഉള്ളിൽ വരുമ്പോഴത്തേനാണ് ഇതിൻ്റെ ഇത്രയും വലിയ ഒരു സംഭവമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബിൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേനും 7 ഫ്ലോർ 7 നിലകളിലായിട്ടാണ് ഈ ബിൽഡിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 7 നിലകളിലും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ മ്യൂസിയമായിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു സ്പെഷ്യൽ ഫ്ലോർ ഇതിൻ്റെ ഉള്ളിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ റോബോട്ട്, അപ്പം അവരുടെ പുതിയ എന്തോ ഇൻവെൻഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ റോബോട്ട്, അപ്പോൾ റിമോട്ടിൻ്റെ ഇതിലാണ് അത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ റിമോട്ട് ഇതിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആളുകളൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട്, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആളുകളെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ, കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ഒരുപോലെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് വർക്ക് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഈ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷന് അറൗണ്ട് 500 മില്യൺ ദിറംസ് ആണ് കോസ്റ്റ് ആയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വേൾഡിലെ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു വിശേഷണം ഉണ്ട് നമ്മുടെ ഈ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിന്. പിന്നെ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് പബ്ലിക്കിലേക്ക് ഓപ്പൺ ആക്കിയത് 2022 ഫെബ്രുവരി 22 അപ്പോൾ അന്ന് മുതലാണ് നമ്മളുടെ ഇതെന്ന് പറയുന്ന ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്തതും ആളുകൾക്ക് കാണാനായിട്ടുള്ള ഒരു അവസരം ഒരുങ്ങിയതും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഈ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൺലൈറ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിന് ഉണ്ട്. പിന്നെ വേറെ എന്താ സംഭവം എന്ന് വെച്ചാൽ, അങ്ങനെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാണ്. പിന്നെ ഈ ഒരു നമ്മുടെ ഈ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് സീ ദ ഫ്യൂച്ചർ ആൻഡ് ക്രിയേറ്റ് ദി ഫ്യൂച്ചർ എന്നാണ് ഇതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഇത് കണ്ടപ്പോഴത്തേനും കൂടുതൽ ഇതിനെക്കുറിച്ച് വീണ്ടും അറിയാനായിട്ടുള്ള ക്യൂരിയോസിറ്റി കൂടി. അപ്പം കൂടുതലായിട്ട് ഇനിയും കൂടുതൽ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. ഒരു അത്ഭുതമായിട്ടുള്ള ഒരു മിറക്കിൾ ബിൽഡിംഗ് എന്നാണ്, ബ്യൂട്ടിഫുൾ ബിൽഡിങ്ങിനേക്കാളും ഉപരി ഇതൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണേലും ദുബായിലുള്ളവർ, അതുപോലെ തന്നെ UAE-യിലുള്ളവർ ഷുവറായിട്ടും ഒരു തവണയെങ്കിലും ടിക്കറ്റ് എടുത്ത് വന്ന് ഈ ഒരു ബിൽഡിങ് വിസിറ്റ് ചെയ്യുക. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികളായിട്ട് തന്നെ വരിക. കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇവിടെ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്